യേശുക്രിസ്തുവിന്റെ തിരുപ്പിറവിയുടെ ചില പശ്ചാത്തലങ്ങളാണ് ഇന്ന് പങ്കുവെപ്പാൻ ആഗ്രഹിക്കുന്നത്. പുതിയ നിയമത്തിലെ പ്രഥമ വാക്യം ഞാൻ നിങ്ങൾക്കായി വായിക്കുന്നു. മത്തായി സുവിശേഷം 1-ാം അധ്യായം 1-ാം വാക്യം. അബ്രഹാമിന്റെ പുത്രനായ ദാവീദിന്റെ പുത്രനായ യേശുക്രിസ്തുവിന്റെ വംശാവലി. 4 സുവിശേഷങ്ങളാണ് ബൈബിളിലുള്ളത്. ആ 4 സുവിശേഷങ്ങൾ യേശുക്രിസ്തുവിന്റെ 4 വിധ അവാന്തര ഭാവങ്ങൾ അവതരിപ്പിക്കുന്നതാണ്. മത്തായി സുവിശേഷത്തിൽ യേശുവിനെ രാജാവായി ചിത്രീകരിക്കുന്നു. അതുകൊണ്ടാണ് യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ എന്ന് ചോദിച്ചുകൊണ്ട് വിദ്വാൻമാർ വരുന്ന ഭാഗം നാം വായിക്കുന്നു. മർക്കോസ് സുവിശേഷത്തിൽ യേശുവിനെ ഒരു ദാസനായിട്ടാണ് ചിത്രീകരിക്കുന്നത്. ശുശ്രൂഷ ചെയ്യിപ്പാനല്ല, ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി ജീവനെ മറുവിലയായി കൊടുപ്പാനും ആയി വന്ന ദാസരൂപമെടുത്ത വേഷത്തിൽ മനുഷ്യനായി വിളങ്ങിയ യേശുവിനെയാണ് മർക്കോസിൽ നാം വായിക്കുന്നത്. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ യേശുവിനെ തികവുള്ള ഒരു മനുഷ്യനായിട്ടാണ് അവതരിപ്പിക്കുന്നത്. മാനുഷികമായ എല്ലാവിധ വിചാരവികാരങ്ങളും ഉള്ളവനായി, പാപമൊഴികെ സകലത്തിലും നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ട യേശുവിനെയാണ് ലൂക്കോസിൽ നാം ദർശിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷത്തിൽ യേശുക്രിസ്തുവിന്റെ ദൈവീകതയാണ് വ്യക്തമാക്കുന്നത്. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു, ആ വചനം ജഡമായി നമ്മുടെ ഇടയിൽ പാർത്തു എന്ന് പറഞ്ഞുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം ആരംഭിക്കുന്നത്. 4 സുവിശേഷങ്ങളിൽ 2 സുവിശേഷങ്ങളിൽ മാത്രമേ വംശാവലി പറഞ്ഞിട്ടുള്ളൂ. 2 വംശാവലി പറഞ്ഞിട്ടില്ല. മത്തായി സുവിശേഷത്തിലും ലൂക്കോസിലും മാത്രമാണ് വംശാവലി രേഖപ്പെടുത്തിയിരിക്കുന്നത്. മത്തായി സുവിശേഷത്തിൽ ഇസ്രായേലി ചരിത്രത്തിലെ പ്രധാനപ്പെട്ട 42ഓളം വ്യക്തികളെ പറഞ്ഞുകൊണ്ട് ആ വാഗ്ദത്ത മശിഹയാണ്, അവർ കാത്തിരുന്ന രാജാതി രാജാവാണ് യേശുക്രിസ്തു എന്ന് തെളിയിക്കാൻ വേണ്ടിയാണ് അതിൽ വംശാവലി രേഖപ്പെടുത്തിയിരിക്കുന്നത്. ലൂക്കോസിൽ യേശുക്രിസ്തുവിന്റെ വംശാവലിയിൽ നിന്ന് പുറകിലേക്ക് പോയി ആദാമിൽ ചെന്ന് അവസാനിപ്പിക്കുകയാണ്. 2 ആദാമുകളെയാണ് ലൂക്കോസ് നമ്മുടെ മുമ്പാകെ പരിചയപ്പെടുത്തുന്നത്. 1 ആദ്യത്തെ ആദാം, 2 ഒടുക്കത്തെ ആദാമായ യേശുക്രിസ്തു. ആദ്യത്തെ ആദാമിൽ എല്ലാവരും പാപികളായി തീർന്നുവെങ്കിൽ ഒടുക്കത്തെ ആദാമായ ക്രിസ്തുവിലൂടെ എല്ലാവർക്കും പാപമോചനവും നിത്യജീവനും ലഭിക്കുകയാണ്. മർക്കോസിലും യോഹന്നാനിലും വംശാവലി എഴുതിയിട്ടില്ല. മർക്കോസിൽ യേശുവിനെ ഒരു അടിമയായിട്ടാണ് ചിത്രീകരിക്കുന്നത്. അക്കാലത്ത് അടിമകളുടെ വംശാവലി വിശേഷിയായി രേഖപ്പെടുത്താറില്ലായിരുന്നു. യോഹന്നാന്റെ സുവിശേഷത്തിൽ വംശാവലി എഴുതാതിരുന്നതിന്റെ കാരണം ദൈവത്തിന് പിതാവോ മാതാവോ ഇല്ല, അവൻ അത്യുന്നതനായ ദൈവമാണ്. മത്തായി 1:1 നമ്മൾ വായിച്ചത് അബ്രഹാമിന്റെ പുത്രനായ ദാവീദിന്റെ പുത്രനായ യേശുക്രിസ്തുവിന്റെ വംശാവലി എന്നാണ്. യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം വംശാവലി എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ശുദ്ധരക്തമുള്ള കുടുംബത്തിൽ മാത്രമേ ദൈവമഹത്വം ആവസിക്കുകയുള്ളൂ എന്നും ഒരാദ്യജാതൻ എന്ന നിലയിലായിരിക്കും മശിഹ വരുന്നത് എന്നും അവർ വിശ്വസിച്ചിരുന്നു. എസ്രായുടെ പുസ്തകം 6:22 ബെർസില്ലായിയുടെ പുത്രന്മാരിൽ ഒരുത്തിയെ വിവാഹം കഴിച്ച് അവരുടെ പേരിനാൽ വിളിക്കപ്പെട്ട ബെർസില്ലായിയുടെ മക്കൾ ഇവർ തങ്ങളുടെ വംശാവലി രേഖ അന്വേഷിച്ചു, അത് കണ്ടുകിട്ടിയില്ല താനും. അതുകൊണ്ട് അവരെ അശുദ്ധരെന്നെണ്ണി പൗരോഹിത്യത്തിൽ നിന്ന് നീക്കിക്കളഞ്ഞു. വംശാവലി രേഖ വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. അതുകൊണ്ടാണ് യേശുക്രിസ്തുവിന്റെ വംശാവലിയും രേഖപ്പെടുത്തിയിരിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ സഭ എന്നറിയപ്പെടുന്ന കൊറിയയിലെ സിയോളിലുള്ള പോൾ യോഗിച്ചോ എന്ന ദൈവദാസൻ ശുശ്രൂഷകനായിരുന്ന ആ സഭ. പോൾ യോഗിച്ചോ ഒരു ബുദ്ധമത വിശ്വാസിയായിരുന്നു. അദ്ദേഹത്തെ ക്രിസ്തുവിലേക്ക് വലിച്ചെടുപ്പിച്ചത് താൻ രോഗിയായി കിടക്കുമ്പോൾ തന്നെ സന്ദർശിച്ച ഒരു പെൺകുട്ടി നൽകിയ ബൈബിളിലെ പുതിയ നിയമമാണ്. ആദ്യം താനത് നിരാകരിച്ചു, വലിച്ചെറിഞ്ഞു. എങ്കിലും ആ താഴെ കിടന്ന ബൈബിൾ തന്റെ കണ്ണ് ഉടക്കുകയുണ്ടായി. തുറന്നു നോക്കിയപ്പോൾ ഒരു വംശാവലി രേഖ താൻ കാണുകയാണ്. അബ്രഹാമിന്റെ പുത്രനായ ദാവീദിന്റെ പുത്രനായ യേശുക്രിസ്തുവിന്റെ വംശാവലി. അതിലൂടെ തനിക്കൊരു കാര്യം മനസ്സിലായി: യേശു ഒരു ഐതിഹ്യമല്ല, ഒരു മിഥ്യയല്ല, ചരിത്രത്തിൽ ഒരിടത്ത് ജീവിച്ച ഒരു വ്യക്തിയാണ് ക്രിസ്തു എന്ന് മനസ്സിലാക്കാൻ തനിക്കത് സഹായമായി തീർന്നു. യേശുവിന്റെ വംശാവലി ഇവിടെ രേഖപ്പെടുത്തിയത് ഒരു മാനുഷിക രീതിയിൽ മാത്രമാണ്, അല്ലാതെ ദൈവത്തിന് വംശാവലിയുണ്ട് എന്ന ചിന്തയിലല്ല. യേശുവിന് ദൃഷ്ടാന്തമായി നിഴലായി നിലകൊള്ളുന്ന മൽക്കിസേദെക്കിനെ എടുത്തുദാഹരിച്ചുകൊണ്ട് എബ്രായ ലേഖനം 7:3 നാം ഇങ്ങനെ വായിക്കുന്നു: അവന് പിതാവില്ല, മാതാവില്ല, ജീവാരംഭവും ജീവാവസാനവും ഇല്ല.
മൽക്കീസദേക്ക് എന്ന മനുഷ്യന് പിതാവോ മാതാവോ ഇല്ല എന്നല്ല, അവന്റെ ആവിധ വംശാവലി രേഖപ്പെടുത്തിയിട്ടില്ല. കാരണം അവൻ ക്രിസ്തുവിന് നിഴലായി നിലകൊള്ളുന്ന വ്യക്തിയാണ്. യേശുവിന്റെ വംശാവലിയിൽ ഏതാണ്ട് 41ഓളം ആളുകളെയാണ് പിൻപിൽ നിരത്തിവെക്കുന്നത്. അവിടെ ശ്രദ്ധിക്കപ്പെടേണ്ടുന്ന ഒരു കാര്യം, ആഹാസ്, യോവാഷ്, അമസ്യാവ് തുടങ്ങിയ പ്രധാനപ്പെട്ട രാജാക്കന്മാരെയൊക്കെ അതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. എന്നാൽ പാപികളായിരുന്ന ചില സ്ത്രീകളെ യേശുവിന്റെ വംശാവലിയിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു. സാധാരണ രീതിയിൽ പുരുഷന്മാരുടെ വംശാവലിയാണ് രേഖപ്പെടുത്താറുള്ളത്. എന്നാൽ യേശുവിന്റെ വംശാവലിയിൽ നീചരായ പാപികളെന്ന് പരസ്യമായി ജനം പറഞ്ഞു പോന്ന ചില സ്ത്രീകളെ ഉൾപ്പെടുത്തുകയുണ്ടായി. എന്തുകൊണ്ട് ആ സ്ത്രീകളുടെ പേര് യേശുവിന്റെ വംശാവലിയിൽ വന്നു? അവരെ കുറിച്ച് ഓരോ ചെറുചിന്ത ഞാൻ ഇവിടെ പറയാം. യേശുവിന്റെ വംശാവലിയിൽ ഉൾപ്പെട്ട ആ 5 സ്ത്രീകളെ കുറിച്ച് ഓരോ വാക്ക് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, താമാർ എന്ന സ്ത്രീയാണ്. അവൾ അവിഹിത ബന്ധത്തിലൂടെ ഗർഭവതിയായവളാണ്. ഒരു പാപിയായ സ്ത്രീയായിരുന്നു. പാപികളായ നമുക്ക് ലോകരക്ഷിതാവുമായി ബന്ധമുള്ളവരായി തീരാൻ യാതൊരു അർഹതയും ഉണ്ടായിരുന്നില്ല. പാപികളായ, ബലഹീനരായ, ശത്രുക്കളായ, അഭക്തരായ നമ്മെ ക്രിസ്തുവിന്റെ ആ വലിയ ആത്മബന്ധത്തിലേക്ക് കൊണ്ടുവന്നത് ദൈവത്തിന്റെ മഹാകൃപയാണ്. രണ്ടാമത്തെ വ്യക്തി രാഹാബ് എന്ന വേശ്യയാണ്. അവളുടെ വിശ്വാസമാണ് രക്ഷകന്റെ വംശാവലിയിൽ അവളെ ഉൾപ്പെടുത്തിയ കാര്യം. എബ്രായ ലേഖനം 11-31 വാക്യത്തിൽ നാം വായിക്കുന്നു, വിശ്വാസത്താൽ രാഹാബ് എന്ന വേശ്യ ഒറ്റുകാരെ ഉൾക്കൊണ്ടു എന്ന്. അവൾ ഒരു കനാന്യ സ്ത്രീയായിരുന്നു. ദൈവപുത്രന്റെ ആ വംശാവലിയിൽ ഉൾപ്പെടാനുള്ള യാതൊരു അർഹതയും ഇല്ലായിരുന്നിട്ടും അവളുടെ വിശ്വാസം മൂലമാണ് അവൾ ആ വംശാവലിയിൽ ഇടം നേടിയത്. നമുക്കും കർത്താവുമായി ബന്ധമുണ്ടായിത്തീരുന്നത് ക്രിസ്തുവിലുള്ള നമ്മുടെ അചഞ്ചലമായ വിശ്വാസമാണ്. മൂന്നാമത്തെ സ്ത്രീ രൂത്താണ്. അവൾ ഒരു മോവാബ്യ സ്ത്രീയാണ്. മോവാബ്യനെ കുറിച്ച് ആവർത്തനം 23:3 നാം ഇങ്ങനെ വായിക്കുന്നു, ഒരു അമ്മോന്യനോ മോവാബ്യനോ യഹോവയുടെ സഭയിൽ പ്രവേശിക്കരുത്. അവരുടെ 10ാം തലമുറക്കാർ പോലും ഒരു നാളും യഹോവയുടെ സഭയിൽ പ്രവേശിക്കരുത്. 10ാം തലമുറക്കാർക്ക് പോലും യഹോവയുടെ സഭയിൽ പ്രവേശിക്കാനുള്ള പ്രാഗൽഭ്യമില്ല, യോഗ്യതയില്ല, അർഹതയില്ല. എന്നാൽ ആ മോവാബ്യ സ്ത്രീ യേശുവിന്റെ വംശാവലിയിൽ ഉൾപ്പെട്ടതിന്റെ കാരണം അവൾ ഇസ്രായേലിന്റെ ദൈവത്തെ ഏറ്റെടുത്തു എന്നുള്ളതാണ്. അവൾ അമ്മാവിയമ്മയായ നവോമിയോട് ഇങ്ങനെയാണ് പറയുന്നത്, നിന്റെ ദൈവം എന്റെ ദൈവം. ഇസ്രായേലിന്റെ ദൈവത്തെ ഏറ്റെടുത്ത അവൾ, ദൈവത്തിന്റെ ചിറകിൻ കീഴെ ആശ്രയിച്ചു വന്ന അവൾ രക്ഷകന്റെ വംശാവലിയിൽ ഉൾപ്പെടുകയാണ്. ദൈവത്തിലുള്ള ആ അചഞ്ചലമായ വിശ്വാസമാണ് നമ്മെയും രക്ഷിതാവിനോട് വലിച്ചടുപ്പിക്കുന്നത്. നാലാമത്തെ സ്ത്രീ ഊരിയാവിന്റെ ഭാര്യയായ ബേത്ശേബ എന്ന സ്ത്രീയാണ്. അവൾ അതിക്രമം ചെയ്തവളാണ്. ദാവീദ് അവള് ഒരിക്കൽ സന്ധ്യയ്ക്ക് പ്രാർത്ഥിക്കേണ്ടുന്ന സമയം മാളിക മുറിയിൽ ഉലാത്താനായി പോയത് തന്നെ ഒരു പാപിയാക്കി തീർത്തു. നഗ്നത വെളിവാക്കിക്കൊണ്ട് അവൾ പരസ്യമായി കുളിച്ചതും ഒരു നാശഹേതുവായി ഭവിച്ചു. ദാവീദും ബേത്ശേബയും ഒക്കെ പാപികൾ ഇരുന്നു. എങ്കിലും ആ അതിക്രമക്കാരെയും ദൈവം സ്നേഹിച്ച് അവരെയും രക്ഷകന്റെ വംശാവലിയിൽ ഉൾപ്പെടുത്തിയത് ദൈവത്തിന്റെ മഹാകൃപയാണ്. അഞ്ചാമത്തെ സ്ത്രീ മറിയയാണ്. മറിയ നാം മുൻപ് കണ്ട 4 പേരെ പോലെ ഏതെങ്കിലും പാപം ചെയ്തവളല്ല. അവൾ രക്ഷകന്റെ വംശാവലിയിൽ ഉൾപ്പെട്ടതിന്റെ കാരണം അവൾക്ക് ലഭിച്ച ദൈവകൃപയാണ്. ഗബ്രിയേൽ അവളോട് ഇങ്ങനെയാണ് പറഞ്ഞത്, കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം എന്നുള്ളതാണ്. കൃപയാണ് നമ്മെ രക്ഷകനോട് വലിച്ചടുപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട. മത്തായി സുവിശേഷം 1:16 നാം ഇങ്ങനെ വായിക്കുന്നു, അവളിൽ നിന്ന് ക്രിസ്തു എന്നു പേരുള്ള യേശു ജനിച്ചു. ബാക്കി എല്ലാവരുടെയും കാര്യം പുരുഷനിൽ നിന്ന് ജനിച്ചു എന്നാണ്. ഹെസ്രോൻ മസ്രോനെ ജനിപ്പിച്ചു, മസ്രോൻ എല്യാക്കീമിനെ ജനിപ്പിച്ചു. ജനിപ്പിച്ചു എന്ന് ആ പിതൃത്വത്തിന് ഊന്നൽ നൽകിക്കൊണ്ട് സംസാരിക്കുമ്പോൾ യേശുവിന്റെ കാര്യം വന്നപ്പോൾ ഐപ്പി എടുത്തു കളഞ്ഞു. യേശുവിനെ ആരെങ്കിലും ജനിപ്പിച്ചതല്ല, അവൻ ജനിച്ചു. എങ്ങനെ ജനിച്ചു? അവളിൽ നിന്ന് ജനിച്ചു എന്നാണ് വായിക്കുന്നത്. എന്തുകൊണ്ടാണ് അവളിൽ നിന്ന് ജനിച്ചു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്? ബൈബിളിലെ ആദ്യത്തെ പ്രവചനം ഉൽപ്പത്തി 3:15 ആദവും ഹവ്വയും പാപം ചെയ്ത അന്ന് കരുണാസമ്പന്നനായ ദൈവം അവർക്കൊരു രക്ഷകനെ വാഗ്ദാനം ചെയ്തു.
സ്ത്രീയുടെ സന്തതി. ആ സ്ത്രീയുടെ സന്തതിയായിട്ടാണ് യേശു ഭൂമിയിലേക്ക് വന്നത്. നിത്യജീവന്റെ സുവിശേഷം എന്നറിയപ്പെടുന്ന യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ ആ സ്ത്രീ ആരാണ് എന്നും 19-ാം അധ്യായത്തിൽ ആ സ്ത്രീയുടെ മകൻ ആരാണ് എന്നും നമ്മൾ വായിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ സ്ത്രീയെ എനിക്കും നിനക്കും തമ്മിൽ എന്ത് എന്ന് ചോദിക്കുന്നു. 19-ാം അധ്യായത്തിൽ സ്ത്രീയെ ഇതാ നിന്റെ മകൻ എന്ന് പറയുകയാണ്. ആ സ്ത്രീയുടെ സന്തതിയായിട്ടാണ് യേശുക്രിസ്തു ഭൂമിയിലേക്ക് വന്നത്. ഭൂമിയിൽ ജനിച്ച എല്ലാവരും പുരുഷന്റെ സന്തതികളാണ്. എന്നാൽ പുരുഷ സമ്പർക്കം കൂടാതെ ഭൂമിയിൽ ജനിച്ച ഏക വ്യക്തി യേശുക്രിസ്തു മാത്രമാണ്. അവളിൽ നിന്ന് ക്രിസ്തു എന്നു പേരുള്ള യേശു ജനിച്ചു. പിന്നെ കന്യകാജനനത്തെ അവിശ്വസിക്കുന്ന ആളുകളുണ്ട്, ചോദ്യം ചെയ്യുന്ന ആളുകളുണ്ട്. ഞാൻ ചില മറുപടികൾ ചുരുക്കമായി ഇവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഗബ്രിയേൽ ദൂതൻ മറിയോട് പറഞ്ഞ ഒരു വാക്ക് നിങ്ങൾ ഓർക്കണം. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ. ദൈവത്തിന് ഒരു സൃഷ്ടിപ്പ് നടത്താൻ ഒരു വിധം മാത്രമല്ല ഉള്ളത്. പല നിലകളിൽ സൃഷ്ടിപ്പുകൾ നടത്താൻ ദൈവത്തിന് കഴിയും. ദൈവം സൃഷ്ടിപ്പ് നടത്തിയ ചില വിധങ്ങൾ നോക്കണം. ദൈവം ലോകത്തെ ഉളവാക്കിയത് എങ്ങനെയാണ്? ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ലോകമുളവായി. ഇതിൽ നാം കാണുന്ന സകല പൂജന വസ്തുക്കളും വ്യക്തികളും ഒക്കെ ഉളവായത് അവന്റെ വായിലെ ശ്വാസത്താലാണ്. ഉണ്ടാകട്ടെ എന്ന വാക്കുകൊണ്ട് സൃഷ്ടിക്കപ്പെടുകയാണ്. എന്നാൽ ആദത്തെ അങ്ങനെയല്ല ദൈവം സൃഷ്ടിച്ചത്. അവന് വേണ്ടി ഒരു 2-ാം പാറ്റേൺ ദൈവം ആവിഷ്കരിക്കുന്നു. മണ്ണുകൊണ്ട് മെനഞ്ഞ് ദൈവം കുനിഞ്ഞവന്റെ മൂക്കിലൂതിയപ്പോൾ അവൻ ജീവനുള്ള ദേഹിയായി തീർന്നു. അത് 2-ാം വിധമായിരുന്നു. ഹവ്വയ്ക്ക് വേണ്ടി ദൈവം ഒരു 3-ാം മുറ ഉപയോഗിക്കുകയാണ്. ആദത്തിന്റെ തന്നെ വാരിയിൽ വലിച്ചൂരി അതിന് ത്വക്കും മാംസവും ഒക്കെ പിടിപ്പിച്ച് ഹവ്വയെ സൃഷ്ടിച്ചത് ഒരു 3-ാം വിധമായിരുന്നു. അവർക്ക് സന്തതി ഉണ്ടാകാൻ പ്രകൃതിയുടെ പ്രജനന പ്രക്രിയ നിഷ്കന്മക്ഷ യുഗത്തിൽ തന്നെ ദൈവം അനുവദിച്ചും അനുഗ്രഹിച്ചും നൽകി. അത് 4-ാമത്തെ വിധം. എന്നാൽ ഈ 4-ാം വിധം പരാജയപ്പെട്ട മച്ചി എന്ന് വിളിച്ചവളെ മക്കളുടെ അമ്മയായി സന്തോഷത്തോടെ വസിക്കുമാറാക്കിയ ദൈവത്തിന്റെ അത്ഭുതാവഹമായ എൽഷദായി സർവശക്തനായ ദൈവത്തിന്റെ ആ വിസ്മയകരമായ നിരവധി ചരിത്രങ്ങൾ വേദപുസ്തകത്തിലുണ്ട്. ബൈബിളിൽ ഏതാണ്ട് 6ഓളം മച്ചികളെ മക്കളുടെ അമ്മയാക്കി മാറ്റിയ ചരിത്രം നമുക്ക് കാണാൻ കഴിയും. അബ്രഹാമിന്റെ ഭാര്യയായ സാറ മച്ചിയായിരുന്നു. ഇസഹാക്കിന്റെ ഭാര്യയായ റബേക്ക അവൾ മച്ചിയായിരുന്നു. അതുപോലെ തന്നെ യാക്കോബിന്റെ ഇഷ്ടഭാര്യയായ റാഹേൽ അവൾ മച്ചിയായിരുന്നു. മനോഹയുടെ ഭാര്യ മച്ചിയായിരുന്നു. ശമൂവേലിന്റെ അമ്മയായ ഹന്ന മച്ചിയായിരുന്നു. പുതിയ നിയമത്തിലെ എലിശബത്തും മച്ചിയായിരുന്നു. ഇവർക്കൊക്കെ ദൈവം മക്കളെ നൽകിയത് ദൈവത്തിന്റെ അത്ഭുതാവഹമായ കാര്യമാണ്. വിശേഷിച്ച ഒരു കാര്യം നാം ഓർക്കണം. അബ്രഹാമിന് സന്തതിയെ നൽകിയത് ബൈബിളിലെ ഒരു വലിയ വിശ്വാസത്തിന്റെ പ്രവൃത്തിയായിട്ടാണ് നമ്മൾ വായിക്കുന്നത്. ശരീരം നിർജീവമായപ്പോൾ അവർ മൃതപ്രായരായെന്നറിഞ്ഞപ്പോൾ സർവശക്തനായ ദൈവം അവർക്ക് സന്തതിയെ നൽകി. ഞാൻ പറഞ്ഞത് ഈ 4 നിലകളിൽ സൃഷ്ടിപ്പുകൾ നടത്തുവാൻ കഴിയുന്ന ദൈവത്തിന് തന്റെ പുത്രനെ ഭൂമിയിലേക്ക് അയക്കാൻ ഒരു പുത്തൻ പദ്ധതി ആവിഷ്കരിക്കാൻ സാധിക്കുമായിരുന്നു. സഹോദരങ്ങളെ, നാം വിചാരിക്കാത്ത വിധങ്ങൾ ദൈവത്തിന്റെ പക്കലുണ്ട്. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ. യേശുവിന്റെ കന്യകാജനനം അത് ബൈബിളിലെ ഒരു പ്രവചനത്തിന്റെ നിവർത്തിയാണ്. ദൈവത്തെ മുഷിപ്പിച്ച ആഹാസിനെ കൃപയിലേക്ക് മടക്കി വരുത്തേണ്ടതിനായി ദൈവം നൽകിയ ഒരു അടയാളമാണ്. അതുകൊണ്ട് ദൈവം തന്നെ നിങ്ങൾക്ക് ഒരടയാളം തരും. യെശയ്യാപ്രവചനം 7:14. കന്യ ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, അവന് ഇമ്മാനുവേൽ എന്ന പേർ വിളിക്കും. ഇമ്മാനുവേൽ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? മത്തായി സുവിശേഷത്തിൽ ആ പ്രവചന ഭാഗം എടുത്തുദ്ധരിക്കുമ്പോൾ നാം ഇങ്ങനെ വായിക്കുന്നു: ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് അവൻ പേർ വിളിക്കപ്പെടും. യെശയ്യാപ്രവചനം 7:14 പ്രവചനം ക്രിസ്തുവിൽ കൃത്യമായി നിവർത്തിയാകുകയാണ്. ബൈബിളിലെ ഒരു ഭാഗം പ്രവചനങ്ങളാണ്. യഹൂദന്മാരെ കുറിച്ച്, ലോകരാജ്യങ്ങളെ കുറിച്ച്, ക്രിസ്തുവിനെ കുറിച്ച്, ക്രിസ്തുവിന്റെ സഭയെ കുറിച്ച്. ക്രിസ്തുവിനെ കുറിച്ച് 4000 വർഷത്തിനോടകത്ത് ഏതാണ്ട് 400-ൽ പരം പ്രവചനങ്ങളാണ് ഉണ്ടായിരുന്നത്. യേശു എങ്ങനെയാണ് ജനിക്കുന്നത്? കന്യകയിലൂടെ ജനിക്കും. യേശു എവിടെയാണ് ജനിക്കുന്നത്? ബേത്ലഹേമിൽ ജനിക്കും. മീഖ 5:2. യേശുവിന്റെ വളർച്ചയുടെ വിവിധ ഘട്ടങ്ങൾ, യേശുവിന്റെ ശുശ്രൂഷ, യേശുവിന്റെ കുരിശുമരണം, ഉയർത്തെഴുന്നേൽപ്പ്, സ്വർഗാരോഹണം, ഇനിയുള്ള മടങ്ങി വരവ്, ഇതെല്ലാം ബൈബിളിലെ പ്രവചനത്തിന്റെ നിവർത്തികൾ ആയിരുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ടത് വേദപുസ്തകം പോലെ ഇത്ര വിശ്വസനീയമായ പ്രവചനങ്ങൾ കൃത്യമായി പൂർത്തീകരിക്കുന്ന മറ്റൊരു പുസ്തകവും ഉലകത്തിലില്ല. പ്രവാചകവാക്യവും അധികം സ്ഥിരമായി നമുക്കുണ്ട്. യേശുവിന്റെ കന്യകാജനനത്തിന്റെ 3-ാമത്തെ സാധ്യത
അത് ഒരത്ഭുതമാണ് എന്നുള്ളതാണ്. ബൈബിളിൽ നിരവധി അത്ഭുതങ്ങളുണ്ട്. ബൈബിൾ തന്നെ ഒരു അത്ഭുത ഗ്രന്ഥം. അത്ഭുതം എന്നത് നമ്മുടെ ബുദ്ധിക്ക് അതീതമായ കാര്യമാണ്. ബുദ്ധിക്ക് നിരക്കുന്ന ഒരു കാര്യം ഒരിക്കലും അത്ഭുതമല്ല. 5 അപ്പം കൊണ്ട് യേശു 5000 പോഷിപ്പിച്ചത് അത്ഭുതമാണ്. ശരീരം മുഴുവൻ കുഷ്ഠം നിറഞ്ഞവനെ യേശു തൊട്ടു, അവൻ ശുദ്ധരമായി മാറിയത് അത്ഭുതമാണ്. ഇരമ്പി മറിയുന്ന കാറ്റിനെയും കടലിനെയും അടങ്ങ് എന്ന് യേശു പറഞ്ഞപ്പോൾ അവറ്റകൾ സ്വസ്ഥമായത് അത്ഭുതമാണ്. മരിച്ചിട്ട് 4 ദിവസമായ ദ്രവത്വം വെച്ച ലാസർ എന്ന വ്യക്തി യേശു വിളിച്ചപ്പോൾ ജീവനുള്ളവനായി പുറത്തു വന്നത് അത്ഭുതമാണ്. ടെസ്റ്റ് ട്യൂബിൽ കുലുക്കി തെളിയിക്കാൻ സാധിക്കത്തില്ലെങ്കിലും ഇത് വിശ്വസിക്കുക മാത്രമേ നമുക്ക് നിർവാഹമുള്ളൂ. യേശുവിന്റെ കന്യകാജനനം ഒരു അത്ഭുതം തന്നെയാണ്. ഗലാത്യലേഖനം 4:4 കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി ന്യായപ്രമാണത്തിന് കീഴിൽ ജനിച്ചവനായി ലോകത്തിലേക്ക് നിയോഗിച്ചയച്ചു. കാലസമ്പൂർണത വന്നപ്പോൾ. കാലസമ്പൂർണത എന്ന പദം ബൈബിളിലെ പുതിയ നിയമത്തിൽ 2 ഉപയോഗിച്ചിട്ടുള്ളത്. ഗലാത്യ ലേഖനത്തിൽ യേശുവിന്റെ ഭൂമിയിലേക്ക് ആഗമനത്തിന്റെ സമയത്തെ കാണിക്കാനാണ്. അതേ പദം എഫെസ് ലേഖനത്തിൽ എടുത്തുദ്ധരിക്കുമ്പോൾ സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതുമെല്ലാം ഒന്നായി ചേർക്ക എന്നിങ്ങനെ കാലസമ്പൂർണതയിലെ വ്യവസ്ഥയ്ക്കായിക്കൊണ്ട് തന്നെ എന്ന് പറയുമ്പോൾ യേശു ഇനി ഈ ലോകത്തിന് മൊത്തത്തിൽ വരുത്താൻ പോകുന്ന പരിവർത്തനത്തെ കുറിച്ചാണ് വായിക്കുന്നത്. കാലസമ്പൂർണത വന്നപ്പോൾ ക്രിസ്തു ഭൂമിയിലേക്ക് വന്നു. നമുക്കറിയാം, നമ്മുടെ പ്രധാനമന്ത്രി നാളെ വരുന്നു എന്നിരിക്കട്ടെ. അദ്ദേഹം വരുമെങ്കിൽ അതിനു മുമ്പ് കാലയെ കൂട്ടി എല്ലാവിധ ക്രമീകരണങ്ങളും ചെയ്യുമല്ലോ. ഇതുപോലെ ലോകരക്ഷിതാവായ യേശു ക്രിസ്തു സ്വർഗീയ മഹിമകളെ വെടിഞ്ഞ് ഈ താണലോകത്തിലേക്ക് വരാൻ വേണ്ടി ഒരുമ്പെട്ടപ്പോൾ ക്രിസ്തുവിനെ സ്വീകരിപ്പാൻ അന്നത്തെ ലോകം മുഴുവൻ സജ്ജമായി എന്ന് മനസ്സിലാക്കാൻ കഴിയും. 3 വിധ ഒരുക്കങ്ങൾ ചരിത്രത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. ഒന്ന്, സാംസ്കാരികമായ ഒരുക്കമാണ്. മഹാനായ അലക്സാണ്ടർ ചക്രവർത്തിയുടെ ഭരണകാലത്ത് ഗ്രീക്ക് ഭാഷ സാർവത്രിക ഭാഷയായി പ്രചരിക്കപ്പെട്ടു. യഹൂദന്മാരുടെ മതഗ്രന്ഥമായ പഴയ നിയമം എഴുതി വച്ചിരുന്നത് എബ്രായ ഭാഷയിലാണ്. പക്ഷെ ചിതറിപ്പോയ യഹൂദന്മാർ എബ്രായ ഭാഷ മറന്നുപോയ സന്ദർഭത്തിൽ അവർക്ക് വേണ്ടി എബ്രായ ഭാഷയിൽ നിന്ന് ബൈബിൾ ഗ്രീക്കിലേക്ക് പരിഭാഷപ്പെടുത്തുകയുണ്ടായി. അതിനെ LXX എന്ന അർത്ഥത്തിൽ സെപ്തുവജന്റ്, സപ്തതി എന്നാണ് അറിയപ്പെടുന്നത്. 72 പേര് ചേർന്നാണ് ആ പരിഭാഷ നിർവഹിച്ചത്. പരിഭാഷ പൂർത്തീകരിക്കുന്നതിന് മുമ്പ് 2 പേർ മരിച്ചു, ബാക്കി 70 പേര്. അതുകൊണ്ടാണ് ആ ഗ്രീക്ക് പരിഭാഷയെ സെപ്റ്റുവജന്റ് എന്നറിയപ്പെടുന്നത്. ഗ്രീക്ക് ഭാഷ മതപരമായ ആശയങ്ങളുടെ വിശദീകരണത്തിന് വളരെ അനുയോജ്യമായ ഭാഷയായിരുന്നു. അതുകൊണ്ട് യേശുവിന്റെ സുവിശേഷം ലോകത്തിൽ മനുഷ്യജാതിക്ക് ഗ്രീക്ക് ഭാഷയിൽ ലഭ്യമായി. അത് ദൈവം ചരിത്രത്തിൽ ചെയ്തെടുത്ത ഒരു സാംസ്കാരികപരമായ ഒരുക്കമാണ്. 2, രാഷ്ട്രീയമായ ഒരുക്കമാണ്. ഗ്രീസ് സാമ്രാജ്യത്തിന്റെ പതനത്തിന് ശേഷം റോമാ സാമ്രാജ്യം നിലവിൽ വന്നു. ഓൾ ദ റോഡ്സ് ലീഡ് ടു ദ റോം എന്ന പഴഞ്ചൊല്ല് അന്ന് ഉണ്ടായതാണ്. എല്ലാ റോഡും റോമിലേക്ക്. നാടിന്റെ നാനാഭാഗത്തേക്കും വിശാലമായ റോഡുകൾ തയ്യാറാക്കുകയുണ്ടായി. തന്നെയുമല്ല, അന്ന് മെഡിറ്ററേനിയൻ സമുദ്രത്തിൽ കടൽ കൊള്ളക്കാരുണ്ടായിരുന്നു. ഉരുക്ക് നിയമം എന്നറിയപ്പെടുന്ന ആ റോമൻ നിയമം നടപ്പാക്കിയതിലൂടെ സകല കള്ളന്മാരെയും കൊള്ളക്കാരെയും തുരത്തുകയുണ്ടായി. മനുഷ്യന് സമാധാനത്തോടെ നിർഭയമായി കരയിലും കടലിലും യാത്ര ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഉണ്ടായി. യേശുവിനും ശിഷ്യന്മാർക്കും സുവിശേഷവുമായി ലോകത്തിലുടനീളം പോകുവാൻ അത് കാരണമായി മാറി എന്നുള്ളതാണ്. 3, ആത്മീകമായ ഒരുക്കം എന്നുള്ളതാണ്. ഉൽപ്പത്തി പുസ്തകം മുതൽ വരുവാനിരിക്കുന്ന മശീഹയെ കുറിച്ച് പ്രവചിച്ചുകൊണ്ടിരുന്നു എങ്കിലും ക്രിസ്തുവിന്റെ കാലഘട്ടം അടുത്തപ്പോഴേക്കും ആ പ്രവചനങ്ങളും പ്രതീക്ഷകളും അതിന്റെ അത്യുച്ച കോടിയിൽ എത്തിയിരുന്നു. നമുക്കറിയാം, ശമര്യക്കാരി സ്ത്രീയൊക്കെ പറയുന്നുണ്ട്, മശീഹ എന്ന് വെച്ചാൽ ക്രിസ്തു വരുമ്പോൾ വരുവാനുള്ളവൻ നീയോ, ന്യായപ്രമാണത്തിൽ മോശയും പ്രവാചകന്മാരും പറഞ്ഞിരിക്കുന്നവനെ ഞങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു എന്നൊക്കെ സുവിശേഷങ്ങളുടെ പ്രഥമ ഭാഗങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ഒരു മശീഹ വരാൻ പോകുന്നു, അവൻ രാജാവായി ജനിക്കും, അവൻ കന്യകയിലൂടെ ജനിക്കുമെന്നൊക്കെ യെശയ്യാ ദീർഘദർശി പ്രവചിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ യെരുശലേമിലും പരിസരങ്ങളിലുള്ള നിരവധി രാജകൊട്ടാരങ്ങളിൽ പിറന്ന രാജകുമാരിമാർ
വിവാഹ ജീവിതം പോലും വേണ്ടെന്ന് വെച്ച് വ്രതസ്ഥരായി ദൈവപുത്രന്റെ ജഡാവതാരത്തിന് പാത്രീഭൂതരാകാൻ പ്രതീക്ഷയോടെ കാത്തിരുന്നു. ആ കാത്തിരുന്നവരെ ചരിത്രത്തിൽ അനാബീം യാഹുവേ, യഹോവയുടെ പാപങ്ങൾ, യഹോവയെ കാത്തിരുന്നവർ എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. യോഗ്യതയുള്ള ഒത്തിരി രാജകുമാരിമാർ അവിടെ കാത്തിരിക്കുമ്പോഴാണ് യാതൊരു യോഗ്യതയും പറയാനില്ലാത്ത നസ്രയത്ത് എന്ന കൊച്ചു ഗ്രാമത്തിൽ പിറന്ന മറിയെ ദൈവം തൽസ്ഥാനത്തേക്ക് തിരഞ്ഞെടുത്തത്. അത് ദൈവത്തിന്റെ കൃപയായിരുന്നു. ആത്മീയമായ ഒരു ഒരുക്കം അക്കാലത്ത് നിറവേറി. യഹൂദന് ഒരു ആലയമാണുള്ളത്, അത് യെരൂശലേമിലാണ്. പക്ഷെ പ്രാദേശികമായി 10 കുടുംബങ്ങൾക്ക് വേണമെങ്കിൽ പ്രാർത്ഥനയ്ക്കായി ഒരു ചെറിയ സംവിധാനം ചെയ്യാൻ അതിനെ പള്ളി അഥവാ സിനഗോഗ് എന്നറിയപ്പെട്ടു. പലസ്തീനിലും പരിസരങ്ങളിലുമെല്ലാം ധാരാളം സിനഗോഗുകൾ ഉണ്ടായി. യെരൂശലേം ദേവാലയത്തിലെ ആരാധനയും സിനഗോഗിലെ ആരാധനയും തമ്മിൽ പ്രകടമായ ഒരു വ്യത്യാസമുണ്ട്. യെരൂശലേം ദേവാലയത്തിൽ പൊതുവെ യാഗങ്ങളാണ്, കർമാചാരങ്ങളാണ്. പക്ഷെ സിനഗോഗിലെ പ്രാർത്ഥന കുറച്ചുകൂടെ ലളിതമാണ്. ബൈബിൾ വായനയും അതിന്റെ പ്രസംഗവും പാട്ടും ഒക്കെയുള്ള ഏകദേശം ഇന്നത്തെ സുവിശേഷ വിഹിത സഭകളുടെ ആരാധനാ രീതിയുമായി ഒത്തുപോകുന്ന ഒരു ആരാധനയായിരുന്നു. അത് ആളുകൾക്ക് വളരെ ആകർഷകമായി. അതുകൊണ്ട് തന്നെ യഹൂദന്മാർക്ക് മാത്രമല്ല വിജാതികൾക്കും വരുവാനിരിക്കുന്ന മശിഹയെ മനസ്സിലാക്കാനും സ്വീകരിക്കാൻ വേണ്ടി മനസ്സുകൊണ്ട് ഒരുങ്ങുവാനും തയ്യാറായി. അവരെയാണ് യഹൂദ മതാനുസാരികൾ എന്ന് അറിയപ്പെടുന്നത്. യോഹന്നാൻ സ്നാപകൻ യേശു ക്രിസ്തുവിന് മുന്നോടിയായി വരികയുണ്ടായി. വരുവാനുള്ള കർത്താവിനെ വഴിയൊരുക്കാൻ യോഹന്നാൻ സ്നാപകനെയാണ് ദൈവം നിയോഗിച്ചത്. ദൈവം അയച്ചിട്ട് ഒരു മനുഷ്യൻ വന്നു, അവന് യോഹന്നാൻ എന്ന് പേർ. ആ കാലത്ത് യോഹന്നാൻ വന്നു. യോഹന്നാൻ എന്താണ് ചെയ്തത്? വഴിയൊരുക്കി എന്ന് വായിക്കുന്നു. വഴിയൊരുക്കി എന്ന് പറയുന്നത് നാം വിചാരിക്കുന്ന വഴിവെട്ടായിരുന്നില്ല. യെശയ്യാ പ്രവചനത്തിലാണ് അതിന്റെ പ്രവചന ഭാഗം നമ്മൾ വായിക്കുന്നത്. 40-ാം അധ്യായം 3-4 വാക്യം. കേട്ടോ, ഒരുത്തൻ വിളിച്ചു പറയുന്നത്, മരുഭൂമിയിൽ യഹോവയ്ക്ക് വഴിയൊരുക്കുവിൻ, എല്ലാ കുന്നും മലയും താണുവരണം, എല്ലാ താഴ്വരയും നികന്നു വരണം, വളഞ്ഞത് ചൊവ്വായും ദുർഘടങ്ങൾ സമമായും തീരണം. മനുഷ്യ മനസ്സിൽ സംഭവിക്കേണ്ടുന്ന 3 പരിവർത്തനങ്ങളാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാ മലയും കുന്നും താഴ്ന്നു വരണം. അബ്രഹാം ഞങ്ങൾക്ക് പിതാവായിട്ടുണ്ട് എന്ന് പറയുന്ന ഒരു അഹങ്കാരത്തിന്റെ കുന്ന് അന്നത്തെ യഹൂദ മനസ്സിലുണ്ടായിരുന്നു. അതിന് ഒരു ഇടിച്ചു നിരത്തൽ ആവശ്യമുണ്ട്, മാനസാന്തരം ആവശ്യമായിരുന്നു. അതുപോലെ തന്നെ താണുപോയ തലങ്ങൾ, ആത്മീകമായി അധപ്പതിച്ചു പോയ അവസ്ഥകൾ അവർക്കുണ്ടായിരുന്നു. ആ താണതലങ്ങളിൽ നിന്ന് അവർക്കൊരു പിടിച്ചുയർത്തൽ ആവശ്യമുണ്ടായിരുന്നു. ദൈവത്തെങ്കിലേക്ക് മനസ്സുകൊണ്ട് മടങ്ങി വരേണ്ടുന്ന ആവശ്യം ഉണ്ടായിരുന്നു. 3-ാമത്തത് വളഞ്ഞത് ചൊവ്വായി തീരണം എന്നുള്ളതാണ്. കുറുക്കു വഴികളിലൂടെ, കുരുട്ടുബുദ്ധിയിലൂടെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ അക്കാലത്ത് മനുഷ്യർ പ്രഹസനങ്ങൾ നടത്തിപ്പോന്നു. ആ മനസ്സുകൾക്ക് രൂപാന്തരം സംഭവിക്കണമായിരുന്നു. അഹങ്കാരത്തിന്റെ കുന്നുകൾ താണുവരണം, ആത്മീയ അധപതനത്തിന്റെ കുഴികൾ നികന്നു വരണം, വക്രതകൾ വിട്ടൊഴിയണം, മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കണം. അങ്ങനെ യോഹന്നാൻ സ്നാപകൻ യേശുവിന്റെ വരവിന് മുന്നോടിയായി ദൂതറിയിക്കുകയും അക്കാലത്ത് യേശു ക്രിസ്തു ലോകത്തിൽ വരികയും ചെയ്തു. പ്രധാനപ്പെട്ട 3 ചിന്തകളാണ് ഇന്ന് നാം ചിന്തിച്ചത്. ഒന്ന്, യേശുവിന്റെ വംശാവലിയുടെ ശ്രേഷ്ഠതയാണ്. ദൈവത്തിന് സ്തോത്രം. യേശുവിന്റെ വംശാവലി വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ടാണ് മത്തായിയിൽ രാജാവായിട്ടും ലൂക്കോസിൽ യേശുവിനെ മനുഷ്യ കുലത്തിന്റെ വീണ്ടെടുപ്പുകാരനായിട്ടും അവതരിപ്പിക്കുന്നത്. രണ്ടാമത് നമ്മൾ ചിന്തിച്ചത് യേശുവിന്റെ കന്യകാജന്മമാണ്. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല. മനുഷ്യബുദ്ധിക്ക് നിരക്കുന്നതല്ലെങ്കിലും അത് ദൈവത്തിന്റെ ഒരു മഹാ അത്ഭുതമായിരുന്നു. ഭൂമിയിൽ ആരുടെയും പോലത്തെ ഒരു ശരീരമായിരുന്നില്ല യേശുവിൻ്റെത്. ഇവിടെ സ്ത്രീ പുരുഷ സമ്പർക്കത്താൽ അങ്ങനെയാണ് ഒരു കുഞ്ഞ് ഉദയം ചെയ്യുന്നത്, ജനിക്കുന്നത്. എന്നാൽ യേശുവിന്റെ ജനനം അങ്ങനെയല്ല. ഇബ്രായ ലേഖനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, അവൻ ഭൂതലത്തിൽ വരുമ്പോൾ നീ അവന് ഒരു ശരീരം ഒരുക്കിയിരിക്കുന്നു. ആ ഒരുക്കപ്പെട്ട ശരീരമായിരുന്നു യേശുവിന്റെ തിരുപ്പിറവി. അത് സംഭവിച്ചതാകട്ടെ ദൈവത്തിന്റെ ശക്തി നിഴലിട്ടതിനാലാണ്. മൂന്നാമത് നമ്മൾ ചിന്തിച്ചത് ചരിത്രത്തിൽ ചെയ്തെടുത്ത ഒരുക്കങ്ങൾ എന്നുള്ളതാണ്. കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി ലോകത്തിലേക്ക് നിയോഗിച്ചയച്ചു. ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശു ക്രിസ്തു ഭൂമിയിൽ നമ്മിൽ ഒരുവനെ പോലെ ജനിച്ചു എന്നുള്ളത് എത്രയോ ശ്രേഷ്ഠകരമായ കാര്യമാണ്. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകെകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി ഭൂമിയിൽ ജനിച്ചു എന്നുള്ളതാണ്. ധാരാളം കണ്ടുപിടുത്തങ്ങൾ നടത്തിയിട്ടുള്ള വ്യക്തിയാണ് ജെയിംസ് ഇബ്സൺ എന്നുള്ളത്. ക്ലോറോഫോം വരെ കണ്ടുപിടിച്ചിട്ടുള്ള അദ്ദേഹമാണ്. അദ്ദേഹത്തോട് ഒരിക്കൽ
പത്രപ്രവർത്തകർ ചോദിച്ചു, സാർ, അങ്ങയുടെ ഏറ്റവും വലിയ കണ്ടുപിടുത്തം ഏതായിരുന്നു എന്ന്. അദ്ദേഹത്തിന്റെ മറുപടി ശ്രദ്ധിക്കണം. ഒരു ക്രിസ്മസ് ദിവസം ഞാനൊരു പാപിയാണെന്നും എനിക്കൊരു രക്ഷകനെ ആവശ്യമുണ്ടെന്നും ആ രക്ഷകൻ യേശു ക്രിസ്തുവാണെന്നും മനസ്സിലാക്കുവാൻ എനിക്ക് കഴിഞ്ഞു. അതാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ കണ്ടുപിടുത്തം. പ്രിയ സഹോദര, യേശു എന്ന രക്ഷിതാവിനെ ജീവിതത്തിൽ കർത്താവും രക്ഷിതാവുമായി സ്വീകരിക്കാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടോ? ഇല്ല എങ്കിൽ ഈ സന്ദേശം നിങ്ങൾക്ക് അതിനൊരു നിദാനമായി തീരട്ടെ എന്ന് ഹൃദയപൂർവ്വം ഞാൻ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. നെടുമ്പാശ്ശേരിയിൽ ആത്മീക ആരാധനയ്ക്കായി ഒരിടം. പാസ്റ്റർ ബാബു ജോർജ് പത്തനാപുരം എഴുതിയ പുസ്തകങ്ങൾ ലഭ്യമാണ്. തുടർച്ചയായി ലഭിക്കേണ്ടതിന് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലും. വിവരങ്ങൾക്കും പ്രാർത്ഥനയ്ക്കും വിളിക്കേണ്ട നമ്പർ 8086991167 9946997525.